ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭഗവതിയുടെ അനുഗ്രഹം ആയുരാരോഗ്യ ഐശ്വര്യത്തോടു എല്ലാവരിലും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. ശ്ലോകം 57. തൃശാദ്രാഗീയസ്യാദരദളിതനീലോൽപലരുജാ ദവീയാംസം ദീനം സ്നപയ കൃപയാ മാമഭി ശിവേ. അനേനായം ധന്യോ ഭവതി ന ച ദേഹാനിമിയദാ വനേ വാ ഹർമ്യേ വാ സമകരനിപാതോ ഹിമകരഃ. തൃശാദ്രാഗീയസ്യ ദരദളിതനീലോൽപലരുജാ ദവീയാംസം ദീനം സ്നപയ കൃപയാ മാം അപി ശിവേ. അനേനായം ധന്യഃ ഭവതി ന ച തേ ഹാനിമിയദാ വനേ വാ ഹർമ്യേ വാ സമകരനിപാതോ ഹിമകരഃ. നിപാതഃ സമകരനിപാതഃ. ഹിമകരഹനാരാ? ചന്ദ്രൻ. അപ്പോൾ ഇവിടെ ഹേ ശിവേ, അല്ലയോ മംഗളാത്മികയായ ദേവി, ദ്രാഗീയസ്യ വളരെ നീണ്ടതായ ദരദളിത നീലോൽപലരുച അല്പം വിടർന്ന കരിങ്കൂവളപ്പൂവിൻ്റെ കാന്തിയോടുകൂടിയ ദൃശ. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് ദൃശ. കടാക്ഷ ദൃഷ്ടിയാൽ ദവീയാംസം ഭക്തിക്കുറവ് നിമിത്തം നിന്തിരുവടിയിൽ നിന്ന് ദൂരെ വർത്തിക്കുന്നവനായി ദീനം ദരിദ്രനായിരിക്കുന്ന മാമഭി എന്നെയും കൃപയാ കരുണയോടുകൂടി സ്നപയ സ്നാനം ചെയ്താലും എന്ന് പറയുന്നു. ആ കണ്ട കുളിർമേൽ കടാക്ഷവർഷം എന്ന് പറയില്ല, അതാണ് ഇവിടെ സ്നാനം ചെയ്ത കടാക്ഷവർഷം. വർഷം എന്ന് പറഞ്ഞാൽ വെള്ളമാണല്ലോ, മഴയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കടാക്ഷവർഷം ഉണ്ടാവണേ എന്നില് എന്ന് ഭഗവത് പാദർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഭഗവതിയുടെ കടാക്ഷം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. ചന്ദ്രസ്വരൂപമായ കടാക്ഷ വീക്ഷണത്തിൽ നിന്ന് ഒഴുകുന്ന കരുണാജലം കൊണ്ട് നനച്ചാലും എന്നാണ് ഇവിടെ താല്പര്യപ്പെടുന്നത്. അനേന ഈ കടാക്ഷ വീക്ഷണത്താൽ അയം ഈ ഉള്ളവൻ ധന്യഃ കൃതാർത്ഥനായിട്ട് ഭവിക്കുന്നു. യഥ ഇത്രമാത്രം കൊണ്ട് തേ നിന്തിരുവടിക്ക് ഹാനി നച്ച നഷ്ടമൊന്നുമില്ല. എന്നെ കടാക്ഷിച്ചാൽ ഭഗവതിക്ക് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ ഭഗവതി. തഥാഹി അങ്ങനെയാണല്ലോ ഹിമകരഹ ചന്ദ്രൻ വനേവ കാട്ടിലാണെങ്കിലും ഹർമേവ അതായത് പ്രാസാദത്തിൽ കൊട്ടാരത്തിലാണെങ്കിലും സമകരനിപാത ഒരേ രൂപത്തിൽ തൻ്റെ രശ്മികളെ ഒരുപോലെ പതിപ്പിക്കുന്നു എന്ന്. അല്ലയോ മംഗളരൂപിണി, അല്പം വിടർന്ന നീലോൽപലത്തിൻ്റെ കാന്തിയോടുകൂടിയതും ദീർഘവുമായ കടാക്ഷ വീക്ഷണത്താൽ നിന്തിരുവടിയിൽ നിന്ന് ബഹുദൂരത്തിൽ വർത്തിക്കുന്നവനും ദരിദ്രനുമായ എന്നെയും കൂടി നനയ്ക്കണമേ. എന്നെയും കൂടി എന്നിലും ആ കടാക്ഷ വീക്ഷണം ഉണ്ടാവണേ എന്ന്. ഈ കടാക്ഷാഭിഷേകത്താൽ, കടാക്ഷം കൊണ്ട് അഭിഷേകം ചെയ്യണം, അതാ വർഷം അവിടെ പറഞ്ഞത്. കടാക്ഷാഭിഷേകത്താൽ ഞാൻ കൃതാർത്ഥനായിത്തീരും. നിന്തിരുവടിക്ക് ഇത്രമാത്രം കൊണ്ട് ഒരു നഷ്ടവും വരുവാനില്ല. ഇവിടെ ഭഗവത്പാദരുടെ പ്രാർത്ഥനയാണ് ഭഗവതിയുടെ കടാക്ഷം ഉണ്ടാവണേ എന്ന്. നമ്മളെല്ലാവരും അങ്ങനെയുള്ളവർ തന്നെ അല്ലേ? എന്തെന്നാൽ ചന്ദ്രൻ കാട്ടിലാണെങ്കിലും മേടയിലാണെങ്കിലും തൻ്റെ കിരണത്തെ ഒരുപോലെ പതിപ്പിക്കുന്നുവല്ലോ, അതുപോലെ ഭഗവതി എല്ലാവരിലും കടാക്ഷം ചൊരിയണമേ, ഭഗവത്പാദരിൽ പ്രത്യേകം കടാക്ഷം ചൊരിയണമേ, എല്ലാവരിലും ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭഗവത്പാദർ ഈ ശ്ലോകം എഴുതിയിട്ടുള്ളത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവേതി സമർപ്പയാമി.
സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഭഗവതിയുടെ കടാക്ഷം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.